കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കുറച്ച് ദിവസത്തെ ആലോചനയ്ക്ക് ശേഷം തന്റെ ഉള്ളിലെ ആ ഒരു കടുത്ത പ്രണയം നിധിയോടങ്ങ് തുറന്നു പറയാൻ തന്നെ സുധീഷ് തീരുമാനിക്കാണ്. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ വിറയലോട് കൂടെ ഐ ലവ് യു എന്നങ്ങ് പറയും. അത് കേട്ടപ്പോൾ നിധി ശരിക്കും അങ്ങ് ഷോക്കായി പോയി. നിധി, നമുക്ക് ഈ നടന്ന കല്യാണം സത്യമാണെന്ന് നീ വിചാരിക്കണം. ഐ ലവ് യു നിധി. നീ എൻ്റെ ഭാര്യയായിരിക്കുന്നത് കാണാനാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. നീയില്ലാതെ ഒരു ജീവിതം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. എൻ്റെ മനസ്സിൽ നിന്നെ ഡിവോഴ്സ് ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല നിധി. നീ എന്നൊന്ന് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. നീ എൻ്റെ വീട്ടിലേക്ക് വന്നത് തന്നെ എനിക്ക് സ്വപ്നം പോലെയാണ് തോന്നിയത്. എനിക്കൊരു കല്യാണം നടക്കുമോ എന്ന് പോലും അറിയാതെ നിൽക്കുമ്പോഴായിരുന്നു എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു ഭാര്യയെ എനിക്ക് കിട്ടിയത്. ഇതൊക്കെയാണ് അന്ന് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ കല്യാണം വെറും ഫേക്കാണെന്ന് ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇത് ഒറിജിനൽ കല്യാണമാണെന്ന് വിളിച്ചു പറയാൻ എനിക്ക് പലതവണ തോന്നിയതാണ്. പക്ഷേ നിധി എന്ത് വിചാരിക്കുമെന്ന പേടിയില്ല ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. എപ്പോഴും ആ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ വലിയ തെറ്റാവുമെന്ന് എനിക്ക് തോന്നി. അതാ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ഇപ്പോൾ തുറന്നു പറഞ്ഞത്. ഇനിയും ഈ പ്രണയം എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ മനസ്സിൽ ചുമന്ന് നടക്കുന്നത് വലിയ കഷ്ടപ്പാട് തന്നെയാണ് നിധി. എന്നെക്കൊണ്ട് അത് പറ്റുന്നില്ല. നീ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം ഇത്ര കളർഫുള്ളായി മാറിയത്. നിന്നെ വിട്ടുപിരിയുന്നതിനെ പറ്റിയിട്ട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നീ ഇല്ലാത്തൊരു ജീവിതം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വട്ട് പിടിക്കുന്നുണ്ട്. പ്ലീസ് നിധി, നമുക്ക് ഈ ഡിവോഴ്സ് വേണ്ട നിധി. എൻ്റെ മനസ്സ് നിറയെ നീയാണ്, നീ മാത്രം. എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണം. ഞാൻ നിന്നെ അത്രക്കധികം സിൻസിയറായിട്ടാണ് ലവ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് അവളങ്ങ് പ്രപ്പോസ് ചെയ്തു. സംസാരിച്ചു കഴിഞ്ഞോ? നീ എന്നെ ലവ് ചെയ്യുന്നു എന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് നിധി ചോദിച്ചപ്പോൾ അതെ, നിന്നെ ഞാൻ കണ്ടുമുട്ടിയ ദിവസം തന്നെ എനിക്കത് തോന്നുന്നുണ്ടായിരുന്നു നിധി. പിന്നെ വിധി എന്നെ വീണ്ടും വീണ്ടും നിന്റെ മുന്നിലേക്ക് തന്നെ കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ നമ്മുടെ ഇഷ്ടം കൂടുതൽ സ്ട്രോങ് ആയി. അന്നു മുതൽ ഇന്ന് വരെ നിന്നോടുള്ള ഫീലിങ്സ് കൂടിയിട്ടേ ഉള്ളൂ. ഇത്രയും നാളത്തെ ജേണിയിൽ എന്നെയും നിനക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ എന്ന് സുധീഷ് ചോദിച്ചു. അത് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ എനിക്ക് സുധീഷിനെ ഇഷ്ടമാണ് എന്ന്? എന്തിനാ നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ ചെയ്ത ഹെൽപ്പുകൾക്കെല്ലാം തന്നെ ഞാൻ താങ്ക്സ് അല്ലേ പറയേണ്ടത്? അതിന് പകരം എന്തിനാ ലവ് ചെയ്യുന്നത്? നിങ്ങളെപ്പോലൊരു ഫ്രോഡിനെ ഞാൻ എന്തിനാണ് ലവ് ചെയ്യുന്നത്? ഇന്ന് ഞാൻ എങ്ങോട്ടാ പോയിട്ട് വരുന്നത് എന്നറിയാമോ? നമ്മുടെ കല്യാണം എന്ന ആ ഒരു പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളിനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഒരു കാര്യവുമില്ലാതെ അയാൾ എന്തിനാ എന്നെ വിളിച്ച് ഡിവോഴ്സ് ചെയ്യരുത് എന്ന് പറയേണ്ടത്? ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. എനിക്ക് അന്നേ തോന്നിയതാണ്. അതാ ഞാൻ അന്ന് നേരിട്ട് അങ്ങോട്ടേക്ക് പോയത്. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. നീ ചെയ്ത ആ ഫ്രോഡ് പണികളൊക്കെ എനിക്ക് മനസ്സിലായി സുധീഷേ. നാണമില്ലാതെ എങ്ങനെയാ ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ പറ്റുന്നത് നിനക്ക്? നിങ്ങളല്ലേ അയാളെ കൊണ്ട് എന്നെ ഫോൺ ചെയ്യിപ്പിച്ച് ഡിവോഴ്സ് ചെയ്യരുത് എന്ന് റിക്വസ്റ്റ് ചെയ്തത്? ഇത് ഒരു തവണയല്ല, രണ്ടാം തവണയാണ് ഞാൻ പറയുന്നത്. കറക്റ്റ് അല്ലേ? അല്ല, ആധാർ കാർഡ് ഇല്ലാതെ നമ്മുടെ കല്യാണം പിന്നെ എങ്ങനെ നടന്നു എന്ന് പല തവണ ഞാൻ ചോദിച്ചതല്ലേ? അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത്? എനിക്കറിയില്ല. അച്ഛനോട് ചോദിച്ചിട്ട് വാങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ ഏട്ടത്തി കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അവർ പോലീസല്ലേ, അവർ കണ്ടുപിടിച്ച് കാണും. ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ അങ്ങ് ഉരുണ്ട് കളിച്ച് പറഞ്ഞത്? മനസാക്ഷി തൊട്ട് പറയ്, സത്യമായിട്ടും ഇതല്ലേ നടന്നത് എന്ന് നിധി വീണ്ടും ചോദിക്കാണ്. അതേന്ന് സുധീഷ് കള്ളം പറയുമ്പോൾ പച്ചക്കള്ളമാണ്. എൻ്റെ ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് പ്രൂഫ് കൊടുക്കാതെയാണ് കല്യാണം നടന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ അന്ന് എന്നെ പറ്റിച്ചു. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി സുധീഷേ. എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ചതിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സുധീഷ്. അവിടെ ഒരു ഡ്രാമ സെറ്റ് ചെയ്ത് നിങ്ങൾ കളിച്ചു അല്ലേ? ഇങ്ങനൊരു ഫ്രോഡ് തരം കാണിച്ചാണോ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? ഇപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് എന്ന് പറയാണ് നിധി. സത്യമായിട്ടും നിധി, അങ്ങനെയല്ല. ഞാൻ അങ്ങനെ ഒരു പ്ലാനും ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. നിനക്ക് കല്യാണം ഫിക്സ് ചെയ്തത് എനിക്ക് എങ്ങനെ അറിയാനാണ്? നിനക്ക് കല്യാണം ഇഷ്ടമല്ലെന്ന് പോലും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. നീ എല്ലാം തുറന്നു പറഞ്ഞപ്പോഴല്ലേ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഐഡിയ ഞാൻ നിനക്ക് തന്നത്. നിന്നെ ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടില്ല നിധി. നിനക്കിഷ്ടമുള്ള ലൈഫ് ഉണ്ടാക്കി തരാനാണ് ഞാൻ ഇത്രയും കാലം ഇതൊക്കെ ചെയ്തത്. നിന്നെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് അപ്പോഴും എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷേ കല്യാണം കഴിക്കണമെന്ന് അന്ന് ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് സുധീഷ് പറയുമ്പോൾ ശരി, പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് വരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലെന്ന് തന്നെ വെച്ചോ. എന്നാൽ എൻ്റെ ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെ കല്യാണം നടന്നു? അതിന് മറുപടിയില്ലല്ലോ. എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നത്? ഒരു പെണ്ണിൻ്റെ ജീവിതം ഇങ്ങനെ കള്ളത്തരത്തിലൂടെ സ്വന്തമാക്കാൻ തോന്നിയത് എങ്ങനെയാണ്? എൻ്റെ ആധാർ കാർഡ് കയ്യിൽ വെച്ചിട്ട് എന്നെ എങ്ങോട്ടേക്കൊക്കെയോ അലയാൻ വിട്ടു നിങ്ങൾ. എത്ര സ്ഥലങ്ങളിൽ ഞാൻ കയറിയിറങ്ങി. അപ്പോഴൊക്കെ ആധാർ കാർഡ് കയ്യിൽ വെച്ചിട്ട് എന്നെ പറ്റിക്കുമായിരുന്നില്ലേ? നിങ്ങളുടെ വീട്ടിൽ താമസിക്കാനല്ല,
ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് ആഗ്രഹിച്ച ലൈഫിൽ നേടിയെടുത്ത് സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതൊന്നും സാധിക്കാത്തത് നിങ്ങൾ ഒരൊറ്റൊരുത്തം കാരണമാണ്. വെറും ഒരു ഭാര്യയായി വീട്ടിലിരിക്കാൻ നിങ്ങൾ ഈ ചതി ചെയ്തു. എത്ര പ്രാവശ്യം ചോദിച്ചു ഞാൻ ഈ കല്യാണം എങ്ങനെ നടന്നുവെന്ന്. എന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ ഇങ്ങ് അഭിനയിച്ചു. എൻ്റെ കൺമുന്നിൽ എത്ര സ്ഥലങ്ങളിൽ ആധാർ കാർഡില്ലാതെ ഞാൻ അപമാനിക്കപ്പെട്ടു. എന്നിട്ടും കുറ്റബോധം പോലും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഒരു പെണ്ണിനെ പറ്റിച്ചിട്ട് അവൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ? എത്ര വലിയ ഫ്രോഡാടോ നീ! ക്രിമിനല്, വെറും ക്രിമിനൽ. നിന്നെപ്പോലെ ഒരാളെ ഞാൻ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ കല്യാണം എന്ന ഓപ്ഷൻ തന്നെയായിരിക്കും കൊടുത്തത്. പക്ഷേ ഇപ്പോൾ നിനക്ക് അങ്ങനെയാ തോന്നുന്നത് എന്ന് നിധി പറഞ്ഞു അങ്ങ് ദേഷ്യപ്പെടുകയാണ്. സുധീഷിൻ്റെ മുഖത്ത് ആ സങ്കടം വരുന്ന സമയത്തിന് നിധി ഇല്ല ഇല്ല എന്ന് പറയാണ്. നിധി, നീ എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ, പക്ഷേ ഞാനൊരു ക്രിമിനലാണ്, ഫ്രോഡാണെന്ന് മാത്രം നീ പറയല്ലേ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ നിന്നെ കൊണ്ടുപോകുമായിരുന്നു. അത് തടയാനാ ഞാനന്ന് ആ ഒരു കല്യാണം കഴിച്ചത് എന്നവൻ പറഞ്ഞു. പക്ഷേ ഞാൻ മിണ്ടാതെ കേട്ടു നിന്നത് നിനക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. ആധാർ കാർഡ് എപ്പോഴാണ് കൊടുത്തത് എന്ന് എനിക്ക് ഓർമ്മയില്ല നിധി എന്ന് സുധീഷ് പറയുമ്പോൾ, നടന്ന സത്യം ഇതാണോ? നീ കുറ്റവാളി തന്നെയാണ്. ആധാർ കാർഡ് കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ കള്ളം. നിന്റെ അടുത്ത് നിൽക്കുന്നത് തന്നെ എനിക്ക് നാണക്കേടാ സുധീഷേ. നീ എന്നെ പ്രപ്പോസ് ചെയ്തു, അതും കള്ളമായിരിക്കും. നിന്നെ പോലൊരു ഫ്രോഡിനെ ഏത് പെണ്ണാടാ ഇഷ്ടപ്പെടുന്നത്? നീ ലവ് ചെയ്യാനോ? നിന്നോട് എനിക്കുള്ള ബഹുമാനം തന്നെ പോയി. ഇത്രയും നാൾ ചെയ്ത ഉപകാരത്തിനെല്ലാം നന്ദിയുണ്ട്. ഇനി ഡിവോഴ്സ് നീട്ടിക്കൊണ്ടു പോകാൻ വല്ല ഫ്രോഡ് തരവും ചെയ്താൽ മതി. അപ്പോൾ നീ എൻ്റെ കയ്യിൽ നിന്നും നല്ലത് വാങ്ങിക്കും. നിന്നെ പോലുള്ളവരോട് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റില്ല. അപ്പോഴാണ് അവൻ്റെ ഒരു ലവ്. ഒരിക്കലും ഈ കല്യാണം സത്യമാകുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നിന്നെ ഡിവേഴ്സ് ചെയ്തിട്ട് എനിക്കിനി വിശ്രമമുള്ളൂ. എൻ്റെ പരിസരത്ത് പോലും നിന്നെ ഞാൻ അടുപ്പിക്കില്ല. കൺവെട്ടത്ത് പോലും നീ വന്നേക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവാണ് നിധി. നിധി പറഞ്ഞതൊക്കെ കേട്ട് സുധീഷ് ആണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ്. നിധിക്ക് എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കണം? അവളുടെ കണ്ണിൽ ഞാനൊരു ഫ്രോഡാണ്, ക്രിമിനലാണ്. എന്നെ ഒരിക്കലും അവൾക്കിനി ഭർത്താവായി സ്നേഹിക്കാൻ കഴിയില്ല. അവളുടെ പിന്നാലെ നടക്കുന്നതിന് ഒരർത്ഥവുമില്ലാതായി. അവളുടെ അടുത്ത് പോലും വരുന്നത് അവൾക്കിഷ്ടമല്ല. നിധിയുടെ കൺമുന്നിൽ പോലും ഞാൻ ഇനി ചെല്ലില്ല എന്നൊക്കെ പറഞ്ഞ് സുധീഷ് മരിക്കാനങ്ങ് തീരുമാനിച്ചു. കോടതിയിൽ നിന്നും ഡിവേഴ്സ് കിട്ടാൻ ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവൾ മറ്റൊരാളെ കല്യാണം കഴിക്കും. അതിനു മുൻപ് എനിക്ക് ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ച് വിഷം കഴിക്കാൻ പോവുകയാണ് സുധീഷ്. എന്നാൽ അപ്പോഴേക്കും നിധി ഓടിച്ചെന്ന് സുധീഷിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു വിഷക്കുപ്പി അങ്ങ് തട്ടിത്തെറിപ്പിച്ചു. സുധീഷേ, എന്താ സുധീഷ് ഇത്? നിനക്കെന്താ വട്ട് പിടിച്ചോ? ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ നീ ഇത് കഴിക്കുമായിരുന്നല്ലോ. എന്തൊരു ബുദ്ധിമോശമാണ് നീ ഈ കാണിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നിധി അവനോടങ്ങ് ദേഷ്യപ്പെടുകയാണ്. നിനക്കെന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് നിധി? ഞാനൊരു ഫ്രോഡല്ലേ? എൻ്റെ മുഖം കാണുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ലല്ലോ. ഞാൻ ഇല്ലാതായ നിനക്ക് സന്തോഷത്തോടു കൂടെ തന്നെ ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാലോ. പക്ഷേ എനിക്ക് നിന്നെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് സുധീഷ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ അങ്ങ് മറന്നേക്ക് സുധീഷേ. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാണ്. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല. ഇതിൻ്റെ പേരിൽ നീ ഇനി കടുകയൊന്നും ചെയ്യരുത് എന്ന് പറയണ നിധി. നീ ഒരു നിമിഷമെങ്കിലും സുഭാഷേട്ടനെയും അച്ഛനെയും അനിയന്മാരെയൊക്കെ കുറിച്ച് ആലോചിച്ചോ? അവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിധി അവനെങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം മുറിയിലേക്ക് പോയി നിധി സുധീഷിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. താൻ കരുതിയതുപോലെ സുധീഷ് ഒരു ഫ്രോഡോ ക്രിമിനലോ ഒന്നുമല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മരിക്കാൻ പോലും അവൻ തയ്യാറാവില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. പാവം, ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. സുധീഷ് അന്ന് കള്ളം പറഞ്ഞത് അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. അത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. നാളെ കോടതിയിൽ ചെല്ലേണ്ട ദിവസമാണ്. 2 പേർക്കും സമ്മതമാണെങ്കിൽ ഡിവോഴ്സ് അനുവദിക്കും. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കോടതിയിൽ വെച്ച് സമ്മതമാണെന്ന് പറയണോ, അതോ ഇനി കൂടെ ജീവിക്കാനാണ് ഇഷ്ടമെന്ന് പറയണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ തല പുകഞ്ഞിരിക്കുകയായിരിക്കും നിധി. പിന്നീട് അടുത്ത ദിവസം 2 പേരും കോടതി മുറിയിലേക്ക് എത്തി. മ്യൂച്വൽ കൺസെൻ്റാണ് ഡിവേഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ നിധി ഉണ്ട് എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് തടസ്സപ്പെടുത്തി. ഇല്ല മാഡം, മാറ്റമില്ല എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ നിധി ആകെ ഷോക്കായി സുധീഷിനെ നോക്കുന്നുണ്ട്. നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ഇല്ല മാഡം എന്ന് സുധീഷ് തന്നെയാണ് പറയുന്നത്. എൻ്റെയും തീരുമാനം എന്ന് നിധി പറയുവാണ്. ഇവൻ പെട്ടെന്ന് എങ്ങനെ മാറി? എന്നേക്കാൾ ധൃതി സുധീഷിനാണല്ലോ എന്ന് നിധി ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഡിവേഴ്സ് അത്യാവശ്യമാണോ? ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ എന്ന് കോടതി ചോദിക്കുമ്പോൾ ഇല്ല മാഡം, എനിക്ക് ഡിവേഴ്സ് വേണം. എൻ്റെ കൂടെ ജീവിച്ച് ഇവളുടെ ലൈഫൊന്നും കളയണ്ട. ഞാൻ വെറും ഒരു ഫ്രോഡാണ്. ഞാനൊരു ക്രിമിനലാണ്. ഇവൾ നല്ല കുട്ടിയാണ്. ഇവൾക്ക് ചേർന്ന ഭർത്താവല്ല ഞാൻ. ഇവളിനെ നന്നായി പഠിച്ച് ആർക്കിടെക്റ്റായി. ഞാൻ വെറും ഒരു ഡ്രൈവർ. എന്നെ പോലൊരാളെ ഭർത്താവായി കാണേണ്ട ഗതികേടൊന്നും അവൾക്കില്ലല്ലോ. എങ്ങനെയെങ്കിലും അവൾക്ക് ആ ഒരു ഡിവേഴ്സ് വാങ്ങിച്ചു കൊടുക്കണം. എല്ലാം കല്യാണം കഴിക്കേണ്ടി വന്നതിൽ അവൾക്ക് വലിയ ദുഃഖമുണ്ട്. നിങ്ങൾ ഡിവേഴ്സ് കൊടുത്താൽ അവൾക്ക് അവളുടെ ലൈഫ് നോക്കി അവൾ പോയിക്കോളും. ഇനി കൗൺസിലിംഗ് ഒന്നും വേണ്ട. ഞാൻ ഡിവേഴ്സ് കൊടുക്കാൻ തയ്യാറാണ്.
അവൾക്ക് ചേർന്നൊരു പയ്യനെ അവൾ ഉടനെ തന്നെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് പോവോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് സുധീഷ് പറഞ്ഞു. ഇത് കേട്ട് നിധി ആകങ്ങനെ ഞെട്ടി ഷോക്കായിരിക്കുകയാണ്. നന്നായി ആലോചിച്ചിട്ടാണോ ഈ തീരുമാനമെന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ അതേ മേഡം എന്ന് സുധീഷ് പറഞ്ഞു. പാവം, അവൾ ഈ കോടതി കയറി ഇറങ്ങാനൊന്നും വയ്യ. എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഡിവേഴ്സ് തന്നാൽ ഞങ്ങൾ പിരിഞ്ഞോളാമെന്ന് സുധീഷ് റിക്വസ്റ്റ് ചെയ്തു. ശരി, എന്നാൽ നിങ്ങൾക്കുടനെ തന്നെ ഡിവേഴ്സ് ലഭിക്കുമെന്ന് കോടതി ഉറപ്പ് നൽകി. നിധി ദേഷ്യത്തിൽ അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് പോവാണ്. ഇത് കണ്ട് സുധീഷ് ചിരിച്ചുകൊണ്ട് തന്നെ എൻ്റെ ഐഡിയ വർക്കൗട്ടായി എന്നങ്ങനെ വിചാരിച്ച് നിൽക്കുമായിരിക്കും. പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ നിധി അങ്ങ് സുധീഷിനോട് പൊട്ടിത്തെറിച്ചു. അകത്ത് വലിയ നന്മമരമായി അഭിനയിക്കുമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അഭിനയിച്ചതൊന്നുമില്ല, നിനക്ക് എന്നെ വേണ്ടല്ലോ, പിന്നെന്തിനാ നീട്ടിക്കൊണ്ടു പോകുന്നത്? ഡിവേഴ്സ് കിട്ടിയാൽ നിനക്ക് നിന്റെ ലൈഫ് നോക്കാമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഇപ്പം എന്താ സന്തോഷമായില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ദേഷ്യത്തിൽ അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോയി. വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ നിധി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ സുഭാഷേട്ടൻ വന്ന് ചോദിച്ചു. സുധീഷ് പറയുന്നുണ്ട്, ഞാൻ ഡിവേഴ്സ് ചോദിച്ചു, അവരത് തന്നു എന്ന്. നീ എന്തിനാടാ ഡിവേഴ്സ് ചോദിച്ചത് എന്ന് സുഭാഷേട്ടൻ ചോദിക്കുമ്പോൾ ഏട്ടാ, ഞാൻ മാത്രം കരുതിയാൽ മതിയോ? അവളും കൂടി ആഗ്രഹിക്കണ്ടേ? എന്നോട് ഇഷ്ടമില്ലാതെ എന്തിനാ ഞാനിവിടെ പിടിച്ചു വെക്കുന്നത്? ഇപ്പോൾ അവൾക്ക് സന്തോഷമായി കാണും. ഇനി കൗൺസിലിങ്ങിന് പോയി സമയം കളയണ്ടല്ലോ. നിധി, ഇനി നീ സന്തോഷമായിട്ട് ജീവിക്ക്. ഡിവേഴ്സ് കിട്ടിയത് കൊണ്ട് തന്നെ ഇനി നിനക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാമല്ലോ. സുഭാഷേട്ടൻ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം നടത്തി തരുമെന്നൊക്കെ സുധീഷ് പറയുമ്പോൾ വേറെ കല്യാണം നോക്കാൻ ഞാൻ പറഞ്ഞോ എന്ന് നിധി ദേഷ്യപ്പെട്ട് ചോദിക്കാണ്. ഡിവേഴ്സ് കിട്ടിയാൽ നീ ആഗ്രഹിച്ച ആളെ കെട്ടാലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ദേഷ്യത്തിൽ അങ്ങ് അകത്തേക്ക് കയറിപ്പോയി. എന്നിട്ട് വാതിലങ്ങ് കൊട്ടിയടക്കുകയാണ്. തൻ്റെ ഐഡിയ ഏതായാലും വർക്കൗട്ടായി എന്ന് സുധീഷ് ചിന്തിക്കുമ്പോൾ നിധി അകത്തിരുന്നിങ്ങനെ പൊട്ടിക്കരിയായിരിക്കും. എനിക്ക് ഡിവേഴ്സ് വേണ്ട എന്ന് ഞാൻ എങ്ങനെ പറയും? അവനാണെങ്കിൽ കോടതിയിൽ ചെന്ന് വാശി പിടിച്ച് വാങ്ങിയിരിക്കുന്നു. എനിക്ക് അവനെ ഇഷ്ടമാണ്, പക്ഷേ തുറന്നു പറയാനും പറ്റുന്നില്ല. നാളെ ഡിവേഴ്സ് കിട്ടിയാൽ സുധീഷിനെ എനിക്ക് നഷ്ടപ്പെടും. എനിക്കിനി സുധീഷിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ പോലും പറ്റില്ല. മറ്റൊരാളെ അവൻ്റെ സ്ഥാനത്ത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നിധി ആകെ സങ്കടപ്പെട്ടിങ്ങനെ പൊട്ടിക്കരയാണ്. ഇനി താൻ ഈ ഒരു ബന്ധം വേണ്ടാന്ന് എങ്ങനെ പറയുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും നിധി. അന്ന് രാത്രി മുഴുവൻ നിധി ഉറങ്ങാതെ ആലോചിച്ചത് ഒന്നു മാത്രമാണ്, ഈ ഡിവേഴ്സിനി എങ്ങനെ തടയാമെന്ന്. താൻ പറഞ്ഞ ആ പഴയ വാക്കുകൾ സുധീഷ് ഇത്ര ഗൗരവമായി എടുക്കുമെന്ന് അവൾ കരുതിയതേയില്ല. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ സുധീഷ് തൻ്റെ സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഡിവേഴ്സ് പേപ്പർ വരും. നിധി, അത് കിട്ടിയ ഉടനെ തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങും. നിനക്കിനി സമാധാനമായി ഇവിടെ സുഭാഷേട്ടൻ്റെ കൂടെ ജീവിക്കാം. സുധീഷിൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു തളർച്ചയുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ നിധി അടുക്കളയിലേക്ക് നടന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവൾ ബോധം കെട്ടങ്ങ് വീഴുന്നതായി അഭിനയിച്ചു. സുധീഷ് പരിഭ്രമിച്ച് ഓടിച്ചെന്ന് അവളെ അങ്ങ് താങ്ങി പിടിച്ചു. നിധി, നിനക്ക് എന്തു പറ്റി? കണ്ണു തുറക്ക് നിധി. സുധീഷ് അവളെ ബെഡിൽ കിടത്തി വെള്ളം തെളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്ന് നിധി സുധീഷിൻ്റെ കൈകളിൽ അങ്ങ് മുറുകെ പിടിച്ചു. എന്നെ വിട്ടു പോവല്ലേ സുധീഷേ, എനിക്ക് ആ ഡിവേഴ്സ് വേണ്ട. ഞാൻ പറഞ്ഞതെല്ലാം വെറും ദേഷ്യത്തിലായിരുന്നു. എനിക്കറിയാം നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല സുധീഷേ. നിധിയുടെ വാക്ക് സുധീഷിനെ വിശ്വസിക്കാനായില്ല. സുധീഷ് അവളെ തന്നെ നോക്കി നിന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നീ സത്യമാണേ പറയുന്നത് നിധി? നിനക്ക് എന്നെപ്പോലെ വെറും ഒരു ഡ്രൈവറെ മതിയോ? നിധി അവൻ്റെ വായ പൊത്തി. മതി, ഡ്രൈവറല്ല, നീ എൻ്റെ ജീവനാണ്. ആ നിമിഷം അവർക്കിടയിലുണ്ടായിരുന്ന എല്ലാ പരിഭവങ്ങളും അങ്ങ് അലിഞ്ഞുപോയി. സുഭാഷേട്ടൻ പുറത്തുനിന്ന് ഇതെല്ലാം കേട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. കോടതിയിലെ ആ തീരുമാനം സുധീഷിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു എന്ന് നിധി അപ്പോഴാണ് മനസ്സിലാക്കിയത്. തൻ്റെ സ്നേഹം അവൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവൻ കളിച്ച വെറും ഒരു നാടകമാണിത് എന്ന്. ഏതായാലും ആ ഒരു നാടകത്തിൽ ഒടുവിൽ വിജയിച്ചു. അവർ ആ ഡിവേഴ്സ് പേപ്പർ വലിച്ചു കീറിക്കൊണ്ട് തന്നെ പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെച്ചു. ആ വലിയ വീട്ടിൽ സ്നേഹത്തിൻ്റെ തണലിൽ സുധീഷിൻ്റെ പ്രിയപ്പെട്ട നിധിയായി അവൾ എന്നും കൂടെയുണ്ടാകുമെന്ന് അവൾ ഉറപ്പു നൽകി. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.